നമ്മളങ്ങനെ ഉണക്കിയ നമ്മൾ മൈലാഞ്ചി ഉണക്കി പൊടിച്ചത് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. മൈലാഞ്ചി ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നത് അന്ന് ഞാൻ കാണിച്ചായിരുന്നല്ലോ. ഇത് അറിയാനുണ്ട്. ഇനി നമുക്ക് ഈ മൈലാഞ്ചി ഉണക്കിയ സമയത്ത് തന്നെ ഞാൻ കറിവേപ്പിലയും ഉണക്കിയായിരുന്നു. അപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ പൊടിച്ചു. ഇനി അടുത്ത ട്രിപ്പും കൂടെ പൊടിക്കാൻ പോകാം. കറിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല കറിവേപ്പില. അന്ന് എനിക്ക് പിന്നെ അത് പൊടിക്കാനുള്ള സമയം കിട്ടിയില്ല. എന്നാന്നറിയോ, ഒരു ട്രിപ്പ് ഇതാ പൊടിച്ചു. അടുത്ത ട്രിപ്പും കൂടെ പൊടിക്കട്ടെ. ഇത് പിറ്റേ ദിവസം മുതലിവിടെ മഴയായിരുന്നല്ലോ, അത് കാരണം പൊടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ പൊടിയണം. എന്നിട്ട് അത് പൊടിക്കും. പിന്നെ 2-3 ദിവസം കൂടെ ഉണക്കി ഞാൻ കറിവേപ്പില. ഇനി ഇതും കൂടെ പൊടിക്കട്ടെ. ഇച്ചിരി വലിയ പൊടിച്ചിട്ട് അങ്ങ് പൊടിച്ചാൽ മതി. ഒരു ട്രിപ്പ് പൊടിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. അന്ന് മൈലാഞ്ചി പൊടി നിങ്ങളെ കാണിച്ചല്ലേ ഞാൻ പൊടിച്ചത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് കാണിക്കാം. എന്നിട്ട് ഇത് രണ്ടും വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്ത് ഞാൻ ഒരു ഡൈ ഉണ്ടാക്കാനാണ്. ഹെർബലായിട്ടുള്ള ഒരു രാസവസ്തുക്കളുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഡൈ. അല്ലാത്തതൊക്കെ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ടാകും ശരീരത്തിന്. അപ്പം ഇതും കൂടി നമുക്ക് പൊടിച്ചെടുക്കാമേ. മുമ്പേ ഞാനിങ്ങനെ പൊടിച്ച് വെച്ച് പൊക്കിയപ്പോഴേ ഇതിങ്ങനെ പറന്നു. ഇപ്പോൾ ഇവിടെ പറക്കുന്നുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ഇടട്ടെ. ഈ കാപ്പിപ്പൊടിയുടെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്താണെന്നറിയോ? സോറി, കാപ്പിപ്പൊടിയല്ല, കാപ്പിപ്പൊടി. ഇത്ര ഈ പിന്നെ കറിവേപ്പില പൊടിച്ചതുണ്ടല്ലേ, ഇതാ ഈ കറിവേപ്പില പൊടിച്ചത്. ഇത് ഓരോന്നുള്ള നോക്കൂ, ഇത്രയും ഉണ്ടോ. ഇത് ഓരോന്നുള്ള എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ ആയുർവേദ വിധിപ്രകാരം ഇത് കൊളസ്ട്രോളിന് നല്ലതാണെന്നാണ് പറയുന്നത്. ഷുഗറിനെ കുറയ്ക്കാനും പറ്റുമെന്നാണ് പറയുന്നത്. നോക്കൂ, നന്നായിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി ഇത് പൊടിക്കാം. വേണമെങ്കിൽ ഒന്നുകൂടി ഇത് പൊടിക്കാം. രണ്ടും കൂടി ഇട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പൊടിക്കട്ടെ. ഒത്തിരിയൊക്കെ തരിയുണ്ട്, കുഴപ്പമില്ലെങ്കിലും ഒന്നുകൂടെ ഒന്ന് പൊടിക്കാം. ഇതൊക്കെയാണ് നാച്ചുറലായിട്ട് നമ്മൾ ഡൈ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ഇതൊന്നുകൂടെ ഞാനൊന്ന് പൊടിക്കാം. അത് രണ്ടും കൂടെ കുടഞ്ഞിട്ട് ഒന്നുകൂടെ ഞാനൊന്ന് പൊടിക്കട്ടെ. ഇതിലൂടെ ഒന്ന് പൊടിഞ്ഞാലേ നമുക്ക് വെള്ളത്തിൽ കലക്കി കുടിക്കാനും ഇത് ഉപകാരപ്പെടും. ഇത് ഡൈ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻറ്റിൽ ഏറ്റവും, അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇത് ഞാനൊരു 5 ദിവസം മുമ്പേ അല്ലേ മൈലാഞ്ചി പൊടിച്ച് കാണിച്ചത്, മൈലാഞ്ചിപ്പൊടി കാണിച്ചത്. ഇതാ ഇത് ഞാൻ നന്നായിട്ട് പൊടിച്ചു. ഇത്
ചെറിയ മകൻ്റെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം രജനി കൊണ്ടുവന്നു. ഈ മൈലാഞ്ചി പറിച്ചെടുക്കണേ പാടാ കേട്ടോ, മൈലാഞ്ചിയിലൊക്കെ മുള്ളുണ്ട്. അപ്പോൾ ഒന്നുകൂടി നിന്ന് പൊടിക്കാമേ. അപ്പം നമുക്ക് ഒരു നുള്ളു വേണമെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടിട്ട് കഴിക്കാം. പിന്നെ അതുപോലെ വേറൊന്നുണ്ട്, ഇത് നമുക്ക് അടുപ്പിൽ നമുക്ക് ഇതിന് ഒരുപാടധികം ഇത്തിരി ചോറ് വന്ന് എന്താണെന്ന് അറിയില്ല. പിന്നെ ഇത് നമുക്ക് കറിവേപ്പില ഇല്ലാത്ത സമയത്ത് സാമ്പാറിലോ തീയലിലോ ഒക്കെ ഇഞ്ചിപ്പുളിയിലോ ഒക്കെ ഇതേരിത്തിരി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. നല്ല മണവും സ്വാദുമാണ്, കറിക്കൊക്കെ ഒരു കൊഴുപ്പും കിട്ടും. മതി. ഇനി ഇതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള ഡൈ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് മൈലാഞ്ചിപ്പൊടി അല്ല, ഇത് കറിവേപ്പിലപ്പൊടി, അത് മൈലാഞ്ചിപ്പൊടി. ഇത് രണ്ടും ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാം. പാടുപോലുമില്ല, മുഴുവനെടുത്തു. ഇത് എത്ര ദിവസം ഒരുക്കങ്ങളാണെന്നറിയാം ഞാൻ. അതായത് ഈ മിക്സിയുടെ ബൗൾ തന്നെ നല്ലോണം ഉണങ്ങിയതല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇത് പൂത്തുപോകും. ഇത് പൂത്തു പോകാതെ സൂക്ഷിക്കണ്ടേ. ഇതാ ചെറിയ ഡബ്ബയൊന്നും കണ്ടില്ല, ഇപ്പോൾ വലിയ ഡബ്ബയിലാണ് ഇത് ഇട്ട് വെക്കാൻ പോകും. നിങ്ങൾ ഓർമ്മ വെച്ചോളം കേട്ടോ, ഏതിലൊക്കെയാണ് ഞാൻ മൈലാഞ്ചിപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലപ്പൊടി ഇട്ട് വെച്ചില്ല. ഇതൊന്ന് ഓർമ്മ വരണം കേട്ടോ. ഇതാ ഈ ന്യൂസ് പേപ്പറാണ്. ഇതിലൊന്നും അധികം നേരം ഇത് വയ്ക്കാൻ പാടില്ല. ന്യൂസ് പേപ്പറിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. ഇതാ കറിവേപ്പില പൊടിയാണിത്, മൈലാഞ്ചി പൊടിയാണിത്. കറിവേപ്പില പൊടി, മൈലാഞ്ചി പൊടി. ഇനി ഇതിൻ്റെ കൂടെ കരിഞ്ചീരകവും കടുവും കൂടെ വറക്കണം. ഇന്ന് പാക്ക് വെച്ചാൽ എനിക്ക് മുടിയൊക്കെ നല്ലോണം നരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയെന്ന് പറഞ്ഞാൽ കരിഞ്ചീരകവും കടുകും, ഒരു പിടി കരിഞ്ചീരകവും, ഇത് കറിവേപ്പിലപ്പൊടി, ഇത് മൈലാഞ്ചിപ്പൊടി. ഇതിൻ്റെ കൂടെ ഒരു പിടി കരിഞ്ചീരകം വറുക്കണം, ഒരു പിടി ഉലുവ വറക്കണം, ഒരു പിടി കടുക് വറക്കണം. ഇത് മൂന്നും കൂടെയും പൊടിച്ച് ഒരു 2 സ്പൂൺ കടുകും ഉലുവായും കരിഞ്ചീരകവും കൂടെ വറുത്ത് പൊടിച്ചതും, ഒരു 3 ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി, 2 ടേബിൾ സ്പൂൺ പിന്നെ കറിവേപ്പിലപ്പൊടിയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിനെ ഒന്നുകിൽ തേയില വെള്ളത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ 1 സ്പൂൺ കാപ്പിപ്പൊടി കൂടി ഇടണം, അല്ലെങ്കിൽ തേയില വെള്ളത്തിൽ, അതും അല്ലെങ്കിൽ നെല്ലിക്ക നീരിൽ ഒരു 4 നെല്ലിക്ക എടുത്ത് ചതച്ച് നീരാക്കിയാൽ വളരെ ഒറിജിനലാണ്. നെല്ലിക്ക നീരിൽ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവിടെ വെക്കണം. ഒരു 1 മണിക്കൂർ കഴിയുമ്പോൾ അതെടുത്ത് നല്ല ഹെയർ ഡൈ ആയിരിക്കും. അത് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ ഇരിക്കണം. അത് കഴിഞ്ഞ് മുടി കഴുകിക്കഴിഞ്ഞാൽ മുടി മുഴുവനും ഉള്ള കറുപ്പ് മുഴുവനും ഉള്ള വെളുപ്പ് മുഴുവൻ പോവുകയും ചെയ്യും, നര മുഴുവൻ പോവുകയും ചെയ്യും.
മുടി വളരെ സമൃദ്ധമായിട്ട് വളരുന്നതിനും ഇത് സഹായിക്കും. ഇത് ആഴ്ചയിലോ ഒരു ദിവസമോ ഇത് നമുക്കിങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഇനി എടുത്ത് ചെയ്യുന്നതിന് വിഷമമില്ലല്ലോ. അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ 2 പ്രാവശ്യമായിട്ടോ, ആഴ്ചയിൽ ഒരു ദിവസം, രണ്ടാഴ്ചയിൽ 2 3 പ്രാവശ്യമായിട്ടോ തേച്ചിട്ട് ചെമ്പരത്തിയുടെ ഇലയും പൂവും എല്ലാം കൂടെ ചതച്ച് ഇടികല്ലിൽ ചതച്ചെടുത്തിട്ട്, വിഷമൊന്നും അല്ലല്ലോ, അപ്പോൾ ഇടികല്ലിൽ ചതച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇടികല്ലിൽ കഴുകി വെച്ചാൽ മതി. എന്നിട്ട് അതിന് നല്ലോണം ഒന്നല്ലേ മിക്സിയിൽ അടിച്ചാലും മതി. എന്നിട്ട് അത് താളിയാക്കി തലയിൽ തേച്ച് അത് അരിച്ചെടുക്കണം കേട്ടോ. തോർത്തിലോ തുണിയിലോ അരിച്ചെടുത്ത് അത് തലയിൽ തേച്ച് നന്നായിട്ട് തല കഴുകി കളഞ്ഞാൽ വളരെ സമൃദ്ധമായി മുടി വളരാൻ വളരെ നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. അപ്പോൾ ഈ കറിവേപ്പില പൊടിയുടെ മൈലാഞ്ചിപ്പൊടിയുടെയും റേഷ്യോ ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ തലയിലെ അളവാണ് പറഞ്ഞത്. എനിക്ക് തലമുടി വളരെ കുറവാണ്. എൻ്റെ തലമുടി എല്ലാം പോയി, ഒരുപാട് മുടി ഉണ്ടായിരുന്നു. കുറേയായിട്ട് ഞാൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ തീരെ തലയിൽ നിന്ന് എല്ലാം പോയി കിട്ടിയപ്പോഴാണ് എനിക്കത് ബാക്കിലായിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഓട്ടി തെളിഞ്ഞത്. ഓട്ടി തെളിഞ്ഞതല്ല കേട്ടോ, കുട്ടിക്കാലത്ത് എനിക്കൊരു മുറിവ് സംഭവിച്ചതാണ്. ഒരുപാട് മുടി ഉണ്ടായിരുന്നപ്പോൾ അത് പുറത്തേക്ക് കണ്ടില്ല. പിന്നീട് അത് നല്ലോണം മുടിയെല്ലാം പോയപ്പോൾ പുറത്തേക്ക് കാണാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും എൻ്റെ മുടിയൊക്കെ ഒന്ന് വരണ്ടേ, ഇങ്ങനെ കഷണ്ടി ആയിക്കൊണ്ട് നടക്കാൻ പറ്റുമോ. പിന്നെ തലയ്ക്ക് നല്ല കുളിർമ ഇതല്ല, മൈലാഞ്ചി, കറിവേപ്പില ഇഷ്ടംപോലെ അന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. അപ്പം ഞാനതെല്ലാം ഉണക്കി വെച്ചു. ഇന്നാ പൊടിച്ചത് മൈലാഞ്ചി മോടെ ഇവിടുന്ന് രജനി കൊണ്ടുവന്നു. മൈലാഞ്ചി പറിച്ചെടുക്കാൻ വലിയ പാടാണ്, മുള്ള അത് മുഴുവനും. എന്നിട്ട് അത് ഉണക്കി, രണ്ടും ഉണക്കി. പക്ഷേ മൈലാഞ്ചി പൊടിച്ച് വെച്ചത് ഞാൻ കാണിച്ചു നിങ്ങളെ, മൈലാഞ്ചിപ്പൊടി. പക്ഷെങ്കിൽ ഇതെനിക്ക് അന്ന് പറ്റിയില്ല. പിറ്റേ ദിവസം മുതലിവിടെ ചെറിയ ചാറ്റമടിയായിരുന്നു. പിന്നെ ഇന്നാണ് അത് ശരിക്കും ഉണങ്ങി കിട്ടിയത്. നല്ലോണം ഉണങ്ങണം, അല്ലേ അത് പൂത്തു പോകും. അപ്പോൾ എന്നിട്ട് ഒരു ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചിട്ട് ആ ചീനിച്ചട്ടിയിൽ ആണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഒരു പിടി കരിഞ്ജീരകവും ഇട്ട് മൂത്തെടുക്കുമ്പോൾ ഒന്നിച്ചായാലും വറക്കാം കേട്ടോ. കരിഞ്ജീരകത്തിൻ്റെയും പിന്നെ കടുകിനും എളുപ്പം രണ്ടും ആയി കിട്ടും. ഒരു നുള്ളുലുവായും ഇത് മൂന്നും കൂടെ, കരിഞ്ജീരകം, കടുക്, ഉലുവ. അപ്പം നമ്മുടെ മുടിക്ക് ആവശ്യാനുസരണം ഒന്നിച്ചോ വേറെയോ നല്ല കറുക്കണം. അങ്ങനെ പൊടിച്ചെടുത്തിട്ട് എന്നുവെച്ചാൽ കരിഞ്ഞു പോയാൽ ഗുണം പോകും കേട്ടോ. ഒരു പാകം പൊടിച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇരുമ്പ് ചീനിച്ചട്ടിയിലാണല്ലോ വറക്കുന്നത്. അപ്പോൾ ആ ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകിൽ കഞ്ഞിവെള്ളത്തിൽ അല്ലെങ്കിൽ തേയില വെള്ളത്തിൽ, നിങ്ങൾക്കിഷ്ടം, അല്ലെങ്കിൽ ഒരു 2 3 നെല്ലിക്ക എടുത്ത് ചതച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരിൽ ഇത് മിക്സ് ചെയ്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂർ കഴിയുമ്പോൾ തല കഴുകുക. അതിനുശേഷം ഏത് താളിയായാലും, ഷാമ്പൂ തേക്കുന്നവർ ഷാമ്പൂ, ഞാൻ ഷാമ്പൂ അങ്ങനെ തേക്കാറില്ല. ചെമ്പരത്തി ഉള്ളവർ, ഇപ്പം അല്ലാത്ത സ്ഥലങ്ങളിലും ചെമ്പരത്തി കാണുകയല്ലോ, ചെമ്പരത്തി താളിയോ വേറെ എന്തെങ്കിലും താളി ഉപയോഗിച്ച് തല നല്ലോണം കഴുകി ഉണക്കി തോർത്തിയെടുക്കുക. ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം, 2 ആഴ്ച കൂടുമ്പോൾ ഒരു 3 ദിവസമായിട്ടോ എങ്ങനെയാണ് നമ്മുടെ സൗകര്യം പോലെ തേച്ചാൽ പുതിയ മുടി വരുന്നത് നര മാറുകയും ചെയ്യും. പഴയ മുടി എല്ലാം നന്നായിട്ട് കറക്കും. പഴയ നരച്ച മുടി എല്ലാം നന്നായിട്ട് കറക്കും. ഇതൊരു നല്ല ഹെയർ പാക്കാണ്, നിങ്ങളെല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഇനി ഞാൻ കരിഞ്ജീരകവും നമ്മുടെ എന്താ അതിൻ്റെ പേര്, കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിക്കുന്നത് ഞാൻ നാളെ നിങ്ങളെ കാണിക്കാം കേട്ടോ. താങ്ക് യു. ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്.